അപ്പൊ ഇതാണ് ഐറ്റം, കുങ്കുമാതി തൈലം. ഇത് ബോയ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു ഐറ്റം ആണ്. എന്തുകൊണ്ട് ബോയ്സിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയ്സിന് മാത്രമല്ല ഗേൾസിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ഞാനായിട്ടൊന്നും പറഞ്ഞു തന്നിട്ട് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ പിഗ്മെന്റേഷൻസ് കുറയ്ക്കും, അതുപോലെ തന്നെ ആന്റി ഏജിങ് ആണ്, അതുപോലെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നാൽപ്പാമര തൈലത്തെ പറ്റിയാണ്. നാൽപ്പാമര തൈലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ, പക്ഷെ കുറച്ചും കൂടി നല്ല സാധനം ഇത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബോയ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇതിന് ഏകദേശം 630 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ബോയ്സിന് പ്രത്യേകിച്ച് ഡെയിലി സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആരൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിൻ പിഗ്മെന്റേഷൻസ് റെഡ്യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്കിൻ പിഗ്മെന്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ പിഗ്മെന്റേഷൻസ് എല്ലാം എന്ത് ചെയ്യാം, ഇത് കുറച്ച് തരും. അത്യാവശ്യം കുറച്ച് തരും, ടൈം എടുക്കും എന്നാലും കുറയ്ക്കും. പിന്നീട് ആന്റി ഏജിങ് പ്രോപ്പർട്ടി, അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിന് പെട്ടെന്ന് ഏജിങ് ആവുന്നതിൽ നിന്ന് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് സൺ ഡാമേജുകൾ, അതായത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇടാതെ പുറത്തു പോവുകയും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സൺ ഡാമേജസ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത് വെച്ച് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് റിങ്കിൾസുകൾ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായ റിങ്കിൾസുകൾ എന്ത് ചെയ്യും, കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റൊരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കിന്നിന് നറിഷ്മെന്റ് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓവറായിട്ട് ഫേസ് വാഷോ എന്തെങ്കിലും യൂസ് ഒക്കെ ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ പോലും ആ സ്കിന്നിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നറിഷ്മെന്റ് കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒരിക്കലും ഇപ്പൊ ഇരുണ്ടിരിക്കുന്നവർ അങ്ങനെ നന്നായിട്ട് വെളുത്തു വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്കീം ഞാൻ ഒരിക്കലും പറയില്ല ഇതിനെ പറ്റിയിട്ട്. അതായത് വെളുക്കുന്നതിനും അങ്ങനെ ഒരു സ്കീമേ അല്ല ഇത്. ഓക്കെ, അപ്പൊ ഇത് അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടെക്സ്ചർ തരും, ഒരു ലെസ്ചർ കൊണ്ടുവരും. നമ്മളിപ്പോ ഏത് സ്കിൻ ടോണി ഉണ്ടോ ആ സ്കിൻ ടോണിൽ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലെസ്ചർ കുറച്ച് കൂട്ടി തരും. ഇപ്പൊ പല വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് വെളുത്ത് വരും, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാവും. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. ഇതിപ്പോ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പ്രോഡക്റ്റ് ആണ്, ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യലൊന്നുമില്ല. എന്നാലും ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യലുണ്ടായിരുന്നു. മടിയാണ് യൂസ് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പക്ഷെ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഒരു മാറ്റം എന്തായാലും വരും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഏകദേശം 18 ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കുങ്കുമമാണ്. അതുകൊണ്ടാണ് കുങ്കുമാതി തൈലം എന്ന് പറയുന്നത്. ആദ്യത്തെ ഐറ്റം, അതായത് നമ്മുടെ ആയുർവേദത്തിൽ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു തൈലത്തിന് അതിന്റെ പേര് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇതിനകത്ത് മെയിൻ ഐറ്റവും അതുപോലെ തന്നെ ആദ്യം വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്, കുങ്കുമമാണ്. അതായത് ക്രോക്കസ് സറ്റൈവസ് എന്ന് പറയും. അതുകൊണ്ടാണ് കുങ്കുമാതി തൈലം എന്ന പേര് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏകദേശം 18 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, കുങ്കുമം ഉൾപ്പെടെ 18 ഇൻഗ്രീഡിയൻസ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സീസൈം ഓയിലാണ്. അതുപോലെ തന്നെ കുറച്ചധികം വേറെ കുറെ ഐറ്റംസ് കൂടെ വരുന്നുണ്ട്. അതായത് ഉഷിര, ചന്ദന, അതായത് സാൻഡാലോ ആൽബം, ചന്ദനമൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 18 ഐറ്റംസ് വരുന്നുണ്ട്. ഈ 18 ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, പല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ക്വാളിറ്റീസിന്റെ ഒരു സമ്മായിട്ടാണ് നമുക്ക് ഇതിന്റെ അകത്ത് പ്രോപ്പർ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് ആന്റി ഏജിങ് എഫക്ട് ഉണ്ട്. കാര്യം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മൾ ആയുർവേദത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് അവരൊരു സയന്റിഫിക് ഇതില്ലാതെയാണ് പറയുന്നത്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ പറയുന്നത് ഇത് ചീരിണ്ടിരിക്കുന്നതിനെ വെളുപ്പിക്കുമെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കീം ഞാൻ പറയുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വൽ കാര്യം പറയുന്നത്. ഇതിനകത്ത് ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് 18 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഇപ്പം ഗൂഗിൾ ചെയ്യുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും 18 ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസിന്റെ പ്രോപ്പർട്ടീസ് നോക്കുക. ആ പ്രോപ്പർട്ടീസ് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ കൂടെ നോക്കുക. അപ്പൊ അതിനകത്ത് വരുന്നുണ്ട് ഈ ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇത് ചുമ്മാ തള്ളിവിടുന്നതല്ല. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ആരൊക്കെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ വരികയാണെങ്കിൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം, ബോയ്സിന് യൂസ് ചെയ്യാം, ഗേൾസിനും യൂസ് ചെയ്യാം. ഞാൻ ബോയ്സ് എന്ന് പറഞ്ഞേ ഉള്ളൂ, ബോയ്സിനും കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, ഡ്രൈ സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാം. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏത് ഏജിലുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നീട് കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല. ഒരു 15 വയസ്സിന് മുകളിലുള്ളവർ യൂസ് ചെയ്യുന്നത്, അതിന് താഴെയുള്ളവർ യൂസ് ചെയ്യണമെന്നില്ല. 15 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണിത്. ഏജ് അങ്ങോട്ട് എത്ര വേണം, ഇപ്പൊ 70 വയസ്സായാലും 60 വയസ്സായാലും അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ആർക്കൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇനി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ആണ്. രാത്രിയിലാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ജിമ്മിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പോർട്സിനൊക്കെ പോയിട്ട് നന്നായിട്ട് വിയർക്കണം കൂടി. അപ്പൊ വിയർത്തതിന് ശേഷം
കുളിക്കുക. കുളിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പൊ അതിനുശേഷം രാത്രിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം അറിയാമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ നമ്മുടെ വർക്കൗട്ട് ചെയ്ത് സ്വെറ്റ് പുറത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം അഴുക്കും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. അപ്പൊ സ്കിൻ എന്ത് ചെയ്യും, ക്ലിയർ ആവും. പിന്നീട് ഒരു കുളിയും കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞ ശേഷം സ്കിന്നിൽ പാഡ് ഡ്രൈ ആക്കുക. പാഡ് ഡ്രൈ ആയിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷനിലായിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി ഓരോ സ്കിൻ ടൈപ്പിന്റെ കാര്യം. ആദ്യം ഡ്രൈ സ്കിന്നിനായിരുന്നു. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്നും കൊണ്ട് പേടിക്കണം. ഡയറക്റ്റ് ആയിട്ട് രാത്രി തന്നെ അപ്ലൈ ചെയ്യാം. ഉറങ്ങുന്നതിന് ഒരു 1 hour മുമ്പ് അപ്ലൈ ചെയ്യാം. സുഖമായിട്ട് കിടന്നുറങ്ങുക. അതിനുശേഷം കോമ്പിനേഷൻ സ്കിന്നിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ 1 hour കിടക്കുന്നതിന് 1 hour മുമ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, അതായത് നന്നായിട്ട് ഓയിലി ആവുന്നുണ്ട്, ഇങ്ങനെ ആക്നെ വരെ നമുക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 1 hour കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. സോപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ലൂക്ക് വാം വാട്ടർ എടുക്കുക, അതായത് തിളപ്പിച്ച് തിളയുള്ള വെള്ളം ഉണ്ടല്ലോ, അതായത് ഇളം ചൂടുവെള്ളം. അപ്പൊ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അത് വെച്ച് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഇനി അടുത്ത ഓയിലി സ്കിന്നിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് 30 minutes to 45 minutes അപ്ലൈ ചെയ്തിരുന്നാൽ മതി. അതിനുശേഷം കിടക്കുന്നതിന് മുമ്പ് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഇതാണ് 3 സ്കിൻ ടൈപ്സിന്റെ കാര്യം. ഇനി ഇതിന്റെ കുറച്ച് വാർണിംഗ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സ്കിൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റിന്റെ അണ്ടറിലോ ഏതെങ്കിലും സ്കിൻ ട്രീറ്റ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അഡ്വൈസ് ചോദിക്കുക, അതായത് ഡെർമറ്റോളജിസ്റ്റിന്റെയും കോസ്മെറ്റോളജിസ്റ്റിന്റെ ഒക്കെ അഡ്വൈസ് ചോദിക്കുക, എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആക്നെ തന്നെ ഒരു കൺട്രോൾ അല്ലാത്ത രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാവൂ. ഒരിക്കലും ഒരു ആക്നെക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യരുത്. ചെറിയ രീതിയിലുള്ള ആക്നെയൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് നമ്മൾ മാറുള്ളൂ. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യവും പറയണമല്ലോ, ചുമ്മാ അങ്ങ് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒറിജിനുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഏതൊരു സാധനത്തെയും പോലെ ഇതും ഡയറക്റ്റ് എന്ത് ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത്, സ്കിന്നെന്ന് വെച്ചാൽ ഫേസിൽ അപ്ലൈ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ആദ്യം പാച്ച് ടെസ്റ്റ് നടത്തുക. അപ്പോൾ റിസ്റ്റിലെങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കിയ ശേഷം ഒരു 1-2 ദിവസം അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു ദിവസമായാലും കുഴപ്പമില്ല. അപ്പൊ 1-2 ദിവസം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിയാക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സ്കിന്നിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ സ്കിന്നിൽ തന്നെ ആദ്യമേ പോയിട്ട് ഫുൾ ഫേസിലാണ് നിൽക്കുന്നത്. ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ട് നോക്കുക. റിയാക്ഷൻ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കാര്യം ഓരോരുത്തർ സ്കിൻ ടൈപ്പും ഡിഫറെന്റ് ആണ്. പിന്നീട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിർത്തിയാൽ മതി, അപ്പൊ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് കുറച്ച് ദിവസം ഇടാതിരുന്നാൽ തന്നെ ഇപ്പൊ ഏത് റിയാക്ഷൻ ആണ് ഉണ്ടായത് അത് തന്നെ മാറുന്നതാണ്. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പ്രൈസ് എന്ന് പറയുന്നത് 630 രൂപയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 10 ml 630 രൂപ, കുറച്ചധികം പൈസ ആവുന്ന ഒരു സാധനമാണ്. എന്റെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം 500 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. അപ്പൊ ഇതിനേക്കാളും ബെറ്റർ കോട്ടക്കലിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ബ്രാൻഡിന്റെ വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ കോട്ടക്കലിന്റെ ബ്രാൻഡിയാണ് ഞാൻ പറയുന്നത് 630 രൂപ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ആ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസിനും കൂടുതൽ എന്ത് ചെയ്യുന്നത് കോട്ടക്കലിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്കും ഇതുവരെ കുഴപ്പമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പലതരം സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും കൊടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് കുങ്കുമായ തലത്തെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് ചോദിക്കും. ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുവഴി കണക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ഒഫീഷ്യൽ പേജ് ഉണ്ട്, ആയുർഫീലിയ എന്ന് പറഞ്ഞുള്ള പേജ് ഉണ്ട്. അപ്പൊ അതുവഴിയായാലും ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൺസൾട്ടേഷൻസും കാര്യങ്ങളും അതുവഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോട്ടക്കലിന്റെ ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ചധികം ബ്രാൻഡ്സിന്റെ ഉണ്ടാവും. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും അല്ല. നമ്മൾ ആയുർവേദ പ്രൊഡക്ട്സിന്റെ ഒക്കെ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ബോയ്സ് എന്ന് പറഞ്ഞെങ്കിലും ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്.